ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദുബായ് ചോക്ലേറ്റ് അഥവാ കുനാഫ ചോക്ലേറ്റിൻ്റെ ആണ്. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയാനൊരു രക്ഷയുമില്ല. ഇത്രയും ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിലെ കുനാഫ ഫില്ലിംഗ് തന്നെയാണ് ഇതിലെ മറ്റ് ചോക്ലേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുനാഫാഡ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു പാനിലേക്ക് 50 ഗ്രാം ബട്ടർ എടുക്കുക. അത് മെൽറ്റായ ശേഷം ഒരു 100 ഗ്രാം കുനാഫാഡോ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അളവുകളെല്ലാം തന്നെ നിങ്ങളുടെ ആവശ്യത്തിനായി മാറ്റം വരുത്താം. കാരണം ഞാനിത് വെച്ച് 4 ചോക്ലേറ്റ് ബാർ തയ്യാറാക്കുന്നുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായി ഒരു പാത്രത്തിലേക്ക് തിളച്ച വെള്ളം എടുത്ത ശേഷം അതിന് മുകളിലായി ഒരു ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിട്ട് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായി മെൽറ്റായി കിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായി മെൽറ്റാകാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് പിസ്ത എലാഞ്ചി എസെൻസ് ആണ്. അതിൽ നിന്നും 2 ഡ്രോപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ചോക്ലേറ്റിൻ്റെ മൗൾഡ് എടുത്ത ശേഷം അതിലേക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് ആഡ് ചെയ്യാം. ശേഷം ചോക്ലേറ്റിലോട്ട് അല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പിസ്ത ഒരു 50 ഗ്രാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് ചോക്ലേറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ടതില്ല. ഇനി എല്ലാം കൂടെ ഫ്രൈഡ് കുനാഫ ഡോയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത പോലെ 2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കൂടെ മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി മൗൾഡിലേക്ക് അല്പം മെൽറ്റഡ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയ ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. മുകളിലായി അല്പം മെൽറ്റഡ് ചോക്ലേറ്റ് കൂടെ സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യാനായി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് റെഡിയാണ്. ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.